ഹായ്. സന്ദീപ് പ്രദീപ്, സുരാജ് വഞ്ഞാറമൂട്, ഷറഫുദ്ദീൻ എന്നിവരെ പ്രധാന കഥാപാത്രമാക്കി മനു സ്വരാജ് രചനയും സംവിധാനവും ചെയ്ത് 2025 പുറത്തിറങ്ങിയ ഒരു സൂപ്പർ നാച്ചുറൽ ഫാന്റസി കോമഡി ചിത്രത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ചിത്രത്തിന്റെ പേര് പടക്കളം. ഈ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹാഫ് ടൈമിന് ശേഷമാണ് എനിക്ക് കൂടുതലായിട്ട് ഈ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റിയത്. കാരണം ഹാഫ് ടൈമിടെ ഒരു 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 സിമ്പിൾ ഒരു ലോജിക്കൽ പോലെയാണ് ഇങ്ങനെ കഥ പോയിരുന്നെങ്കിലും അതിനുശേഷം പടം നല്ല രസമായിട്ട് മാറി. നമ്മുടെ സുരാജ് ആണെങ്കിലും ഷറഫുദ്ദീൻ ആണെങ്കിലും നമ്മുടെ സന്ദീപ്, പിന്നെ അവന്റെ കൂട്ടാളികളായിട്ട് 2-3 പയ്യന്മാരുണ്ട്. അവരൊക്കെ നല്ല രസമായിട്ട് തന്നെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. മോശം പറയാനായിട്ടുള്ള ഒരു സീനുകളോ കാര്യങ്ങളൊന്നും എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയിട്ടില്ല. അത് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഈ വീഡിയോയുടെ കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ ഈ സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതൊരു കോളേജിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ആ കോളേജിലെ 2 പ്രൊഫസറാണ്. ഒന്ന് നമ്മുടെ ഷറഫുദ്ദീനും സുരാജ് വഞ്ഞാറമൂടും. അപ്പോൾ അവിടുത്തെ സ്റ്റുഡൻ്റ് ആണ് നമ്മുടെ സന്ദീപും അവൻ്റെ കൂട്ടാളികളൊക്കെ. അപ്പോൾ ആ കോളേജിലെ ഒരു ഉയർന്ന തലത്തിലോട്ടുള്ള ഒരു പൊസിഷൻ നമ്മുടെ സുരാജ് വഞ്ഞാറമൂടിന് കിട്ടുന്നുണ്ട്. ആ പൊസിഷൻ കിട്ടിയതിൽ ചെറിയൊരു വൈരാഗ്യമുണ്ട് നമ്മുടെ ഷറഫുദ്ദീൻ ഒരു കഴിവ് കൂടിയുണ്ട് ഈ സിനിമയിൽ. അതായത് അദ്ദേഹത്തിന് പണ്ടങ്ങാണ്ട് ഒരു രാജാക്കന്മാര് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ലുഡോ ഗെയിം പോലത്തെ ഒരു സംഭവമുണ്ട്. ആ ഗെയിം കളിക്കുകയാണെങ്കിൽ നമുക്ക് പരകായ പ്രവേശനം അല്ലെങ്കിൽ ഒരാളെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവൊക്കെ കിട്ടുന്ന ഒരു സംഭവമുണ്ട്. അങ്ങനെ സുരാജ് വഞ്ഞാറമൂടിനെയാണ് ആദ്യം നമ്മുടെ ഷറഫുദ്ദീൻ നിയന്ത്രിക്കുന്നത്. അതായത് ഷറഫുദ്ദീന്റെ വഴിതിയിലോട്ട് നമ്മുടെ സുരാജ് വഞ്ഞാറമൂടിനെ മാറ്റുന്നുണ്ട്. അതായത് മൈൻഡ് മാറുന്നില്ലെങ്കിലും കൈ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം മാറ്റിയെടുക്കാൻ സാധിക്കുന്നതൊക്കെ അങ്ങനെയാണ്. അങ്ങനെ ആ ഒരു സംഭവം നമ്മുടെ സന്ദീപ് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ സന്ദീപിന്റെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട്, നമ്മുടെ സുരാജിനെ ഇങ്ങനെയാണ്, ഷാജി എന്നാണ് സുരാജിന്റെ ആ കഥാപാത്രത്തിന്റെ പേര്. ഷാജി സാറിന് നമ്മുടെ രഞ്ജിത്ത് സാറാണ് നമ്മുടെ ഷറഫുദ്ദീൻ. രഞ്ജിത്ത് സാറാണ് ഇങ്ങനെ നിയന്ത്രിക്കുന്നത്, എന്തോ ഒരു കൂടാത്ര പോലുള്ള സംഭവം. അപ്പൊ അത് ഇല്ലാണ്ടാക്കി കഴിഞ്ഞാല് നമുക്ക് ഷാജി സാറിനെ രക്ഷിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവന്റെ കൂട്ടാളികളും കൂടിയിട്ട് അത് അടിച്ചു മാറ്റുന്നു. ആ അടിച്ചു മാറ്റിയ സംഭവം നമ്മുടെ ഷറഫുദ്ദീൻ അറിയുന്നുണ്ട്. ഷറഫുദ്ദീൻ പിന്നീട് നമ്മുടെ സന്ദീപുമായിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. പിന്നെ സന്ദീപിനെയാണ് ഷറഫുദ്ദീൻ നിയന്ത്രിക്കുന്നത്. പക്ഷേ സന്ദീപിനെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിലും അതേ സ്പോട്ടിൽ തന്നെ നമ്മുടെ സുരാജ് വഞ്ഞാറമൂടും ആ ഒരു നിയന്ത്രണത്തിൽ വരുന്നുണ്ട്. രണ്ടാളും ഒരേപോലെയാണ് നിയന്ത്രിക്കുന്നത്. അങ്ങനെ ഒടുവിൽ സുരാജ് വഞ്ഞാറമൂടും സന്ദീപും കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. എന്നിട്ട് നമ്മുടെ ഷറഫുദ്ദീന്റെ കയ്യിലുള്ള ആ ഒരു കൂടോത്രം ചെയ്യുന്ന ആ ഒരു സംഭവം നശിപ്പിക്കാനും വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുകയാണ്. അങ്ങനെ അത് എങ്ങനെയാണ് നശിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടെ ഈ ഒരു ഗെയിമിൽ നിന്നും ഇറങ്ങേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരൊരു ഗെയിം കളിക്കുകയാണ്. ആ ഒരു ഗെയിം കളിക്കുന്ന എൻഡിങ് ടൈമിൽ ഷറഫുദ്ദീൻ വന്ന് ഫൈറ്റ് ഉണ്ടാക്കുന്നു. ആ ഗെയിം എന്താ പറയുക, തെറ്റിപ്പോവുകയാണ്. അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗെയിമിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പരകായ പ്രവേശം എന്നൊരു സംഭവമുണ്ട്. അതായത് സുരാജ് വഞ്ഞാറമൂടിന്റെ ആത്മാവ് നേരെ ഷറഫുദ്ദീനിലോട്ടും, ഷറഫുദ്ദീനിലേത് സന്ദീപിലോട്ടും, സന്ദീപിൻ്റെത് സുരാജ് വഞ്ഞാറമൂടിന്റെ ശരീരത്തിലോട്ടും പോകുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഇന്റർവെൽ ആവുന്നത്. അതിന് ശേഷമാണ് പടം ഒന്നുകൂടി രസമായിട്ട് വരുന്നത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഇവര് ശരിക്കുള്ള ശരീരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പക്ഷേ നമ്മുടെ ഷറഫുദ്ദീൻ അതിനാദ്യം സമ്മതിക്കില്ല. അതിനുശേഷം സുരാജ് വഞ്ഞാറമൂട് സമ്മതിക്കുന്നില്ല. അങ്ങനെ അവരെല്ലാവരും കൂടെ ഒരു പ്രശ്നത്തിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് മനസ്സിലാവും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്നുള്ളത്. അതിനുശേഷം ഇവർ വീണ്ടും ഓരോ ഗെയിം കളിക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ ഇതിനൊന്നും നമ്മുടെ ഷറഫുദ്ദീൻ സമ്മതിക്കുന്നില്ല. അപ്പൊ അതിന്റെ കാരണം എന്താണെന്നുള്ളത് മനസ്സിലാകുന്ന ചോദിച്ചാൽ, ഷറഫുദ്ദീൻ ഓൾറെഡി മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, ബ്ലഡ് ക്യാൻസർ ആണ്. അപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അദ്ദേഹം മരണപ്പെടും എന്നുള്ള ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനുള്ള കാരണം കൊണ്ടാണ് അദ്ദേഹം ആ ഒരു സംഭവത്തിലോട്ട് വരാതിരിക്കുന്നത്. അതിനൊടുവിൽ വീണ്ടും ഇവരൊരു ഗെയിം കളിക്കുന്നു. ആ ഒരു ഗെയിമിന്റെ എൻഡിൽ ഷറഫുദ്ദീനെ താഴോട്ട് തട്ടിയിടുകയും ആ ഗെയിം ഫിനിഷ് ആവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വീണ്ടും അവരുടെ ശരീരത്തിലോട്ട് തന്നെ പോകുന്നുണ്ട്. പക്ഷെ ആ ഒരു വീഴ്ചയില് നമ്മൾ ആദ്യം വിചാരിക്കും നമ്മുടെ ഷറഫുദ്ദീൻ മരിച്ചു പോകുന്നുള്ളത്. പക്ഷെ ഷറഫുദ്ദീൻ മരിച്ചു പോകുന്നില്ല, ഷറഫുദ്ദീൻ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നുള്ളൂ. അതിനുശേഷം ഷറഫുദ്ദീൻ അവിടെ ഹോസ്പിറ്റലിൽ നിന്നും മിസ്സിങ് ആവുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ആ സിനിമയുടെ കഥ. പക്ഷെ ഇതെല്ലാം കണ്ടിരിക്കാൻ നല്ല രസമാണ്, നല്ല എൻജോയ്മെന്റ് ഉണ്ട്. കുറച്ച് ഫൈറ്റ് ഉണ്ട്, കോമഡീസ് ഉണ്ട്, ലേശ ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്കൊരു വൺ ടൈം ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സിനിമയാണ് പടക്കളം എന്ന് പറയുന്ന ഈ ഒരു മൂവി.
ഇതൊക്കെയാണ് ഈ സിനിമയുടെ ഉള്ളിലുള്ള കഥകൾ. അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഒരു വട്ടം എന്തായാലും നിങ്ങൾ ഈ സിനിമ കണ്ടോളൂ. നല്ലൊരു സിനിമയാണ്, അത്യാവശ്യം ചിരിക്കാനുണ്ട്, ഇമോഷൻസ് ഉണ്ട്, കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.